ഓം നമോ നാരായണായ. ശ്രീരാമലക്ഷ്മണന്മാർ ഋഷ്യമൂകാദ്രിയുടെ പാർശ്വഭാഗത്ത് സീതാദേവിയുടെ വിരഹത്താലുണ്ടായ താപത്തോടെ നടന്നടുക്കുമ്പോൾ സുഗ്രീവൻ ഭീതനായി തീർന്നു. ആരാണീ വരുന്ന ധീരന്മാരെന്നു തോന്നിക്കുന്നവരെന്നും തന്നെ വധിക്കാൻ ജ്യേഷ്ഠൻ നിയോഗിച്ചവരാണോ എന്നു സംശയിച്ച് ഹനുമാനോട് എല്ലാം അറിഞ്ഞു വരാൻ പറയുന്നു. അവർ താപസവേഷം ധരിച്ച ആയുധധാരികളായ തേജസ്വികളാണ്. അവരുടെ മുഖഭാവത്തിൽ നിന്നും സംഭാഷണത്തിൽ നിന്നും മനസ്സിൽ എന്താണെന്നറിയുക. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരാഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദി കലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകര പുത്രനും സത്വരം മന്ത്രികളോടു കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോടു ഭയേന ചൊല്ലിയിടിനാൻ, ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയും എന്നു തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാലെന്നെ ബലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലീ. വിക്രമമുള്ളവരെത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളും ഉണ്ടല്ലോ. നീയൊരു വിപ്രവേഷം പൂണ്ടവരോടു വായുസൂത ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടെ. വക്രപ്രസാദമന്ദസ്മേര സംജ്ഞയാ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം.